ഇനിയും ഒരുപാടുണ്ടോടോ? ഇല്ല സർ, ഇതാങ് എത്താറായി. ദേ ഈ വളവ് തിരിഞ്ഞാൽ മതി. ഈ ആനമല എസ്റ്റേറ്റ് തമ്പിച്ചായൻ്റെ സ്വന്തമാണ്. തമ്പിച്ചായൻ്റെ മുത്തശ്ശൻ ആനമല അവറാനായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പ്ലാന്റർ. അങ്ങേര് വന്ന പിന്നെയാ ഇവിടെ കുടിയേറ്റക്കാർ വന്നത്. റഷീദിന് തമ്പിയെ മാത്രമല്ല, അയാളുടെ കുടുംബചരിത്രം അറിയാലോ. സർ, എൻ്റെ ബാപ്പയും തമ്പിച്ചായൻ്റെ അപ്പൻ കോരച്ചായനും തമ്മിൽ വലിയ കമ്പനിയായിരുന്നു. നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയാൽ എല്ലാ പോലീസുകാർക്കുണ്ടല്ലോ ഇങ്ങനെ ചില ബന്ധങ്ങൾ. എന്നുവെച്ചാൽ ചില മണി ബീസുമായിട്ടുള്ള കമ്പനി. തൻ്റെ ബാപ്പ യൂനുസ് കുഞ്ഞു സാറ് വലിയ സത്യസന്ധനായിരുന്നു. അതുപോലെ വേണം താനും. അല്ലാതെ കാശുള്ളവരെ മാത്രം ഈ താങ്ങുന്ന ഏർപ്പാട് അത് വേണ്ട സർ. അല്ല, ഇതെന്നാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്നാണ്ടോ ഗുലുമാലു ഒപ്പിച്ചുള്ള വരവായിരിക്കുമല്ലോ. അത് ശരി. എന്ത് ചോദ്യ കുറിപ്പേത്? ഈ പോലീസുകാർക്ക് ഗുലുമാൽ ഒഴിഞ്ഞ് നേരമുണ്ടോ? അതെ അതെ, പക്ഷേ കാര്യം കയറി അങ്ങ് സീരിയസ് ആയാ ഇവിടെ ഉള്ളവർക്കാ ഇരിക്കപ്രതി മുട്ടുന്നേ. വല്ലാത്ത യാത്രയായിപ്പോയി അല്ലേ സർ? ഏതാണ്ട് 240 കിലോമീറ്റർ നമ്മൾ ഒറ്റയ്ക്ക് ഓടി തീർത്തു. ഒറ്റയ്ക്ക് ഓടേണ്ടത് ഒറ്റയ്ക്ക് തന്നെ ഓടണം. ഈ സാറ് പുതിയതാണല്ലേ? കുറുപ്പ് തമ്പിച്ചായൻ്റെ കോടങ്കേരി കുറുപ്പ് കേട്ടിട്ടുണ്ടോ സാറ്? കേട്ട് കാണത്തില്ല. സാറിന് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. സാറിൻ്റെ മൂത്ത തലമുറയിലുള്ള പോലീസുകാരൊക്കെ കേട്ട് കാണും ഈ കോടങ്കേരി കുറുപ്പിനെ. സർ, അതോട്ടിരിക്കാം. വരണം. പ്ലീസ് വരണം. ഇരുന്നാട്ടെ. കുറുപ്പേ, തമ്പിച്ചായനെന്തി? സാറന്മാരാദ്യം ഇരിക്കേ, വന്ന കാലം നിൽക്കാതെ. തമ്പിച്ചായനെ അടച്ചിരിപ്പ കുറച്ച് കഴിയും. എന്തുവാ കുടിക്കാൻ എടുക്കണ്ടേ? നല്ല എരിവുള്ള 2 ചുക്കാപ്പി എടുക്കട്ടെ? താൻ എന്തെങ്കിലും എടുക്ക്. ശരി സർ. സർ, എന്താണ് ഇത്? ഈ കുടിയേറ്റക്കാരെയൊക്കെ സംഘടിപ്പിച്ച് കുന്നുകയറ്റിക്ക. ആളൊരു ഫ്രോഡാണോ? അങ്ങനെയൊന്നുമില്ല സർ. തമ്പിച്ചാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആള് വലിയ ചുണ്ടിക്കാരനാ, അതുപോലെ തമാശക്കാരനും. എവിടെയോ തൻ്റെ അച്ചായൻ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ഡിഗ്രി എടുത്തു വന്ന് അടിച്ചു കുത്തിരിക്കുകയാണോ? അല്ല സർ, അടച്ചിരിപ്പാ. അടച്ചിരിപ്പോ? അതെന്താ?
സർ. ആ എന്താണ് ഇത്? ഈ കുടിയേറ്റക്കാരെയൊക്കെ സംഘടിപ്പിച്ച് കുന്നുകയറ്റിക്ക. ആളൊരു ഫ്രോഡാണോ? അങ്ങനെയൊന്നുമില്ല സർ. തമ്പിച്ചാൻ എനിക്ക് നന്നായിട്ടറിയാം. ആള് വലിയ ചുണ്ടിക്കാരനാ, അതുപോലെ തമാശക്കാരനും. എവിടെയോ തൻ്റെ അച്ചായൻ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ ഡിഗ്രി എടുത്തു വന്ന് അടിച്ചു കുത്തിരിക്കുകയാണോ? അല്ല സർ, അടച്ചിരിപ്പാ. അടച്ചിരിപ്പോ? അതെന്താ? അങ്ങനൊരു പണിയുണ്ട് തമ്പിച്ചായന്. ചില ദിവസം മുറി കയറി വാലടച്ചങ്ങിരിക്കും. ചിലപ്പോൾ തുറക്കില്ല. തട്ടി വിളിച്ചാൽ വലിയ ചുണ്ടിയാ. ഒരു പ്രത്യേക സ്വഭാവ. അപ്പൊ ഇന്ന് കാണാൻ പറ്റില്ലേ? ഷിറ്റ്. അല്ലെങ്കിലും തിരിച്ചുള്ള ഡ്രൈവ് അത്ര സേഫ് അല്ല സർ. ആനക്കൊല്ലിക്കടുത്ത് ഒറ്റയാൻ്റെ ശല്യമുണ്ട്. ഇന്നാളും കൂടി ഒരു കേസുണ്ടായതാ. പിന്നെ രാത്രിത്തെ കോടയ്ക്ക് പരിചയമില്ലാത്ത ഡ്രൈവ് അല്പം റിസ്കിയാ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. അല്ല എന്തുവാ? തമ്പിച്ചാൻ ആരെങ്കിലും ആവട്ടെ, അത് നമ്മുടെ കാര്യമല്ലല്ലോ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ ആനമലക്കാട് കയറി ഒരുത്തിനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഉള്ള കാര്യം സാറേ, സാറിന് പരിചയമില്ലാത്തോണ്ടാ. നമ്മുടെ ഫോറസ്റ്റർമാർ കാട്ടിപ്പോയി കുറുന്തോട്ടി പറിക്കും പെണ്ണുമ്പിള്ളയുടെ പേരിന്. അല്ലാതെ റഷീദേ, പോലീസിന് ചിലപ്പോൾ ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും. അതിൽ കവിഞ്ഞ് യാതൊന്നുമല്ല ഇത്. കാട് കയറാനും മല കയറാനൊന്നും അറിയാൻ വയ്യാണ്ടല്ല, പിന്നെ ഒരു ക്രോസ് കട്ട്, അത്രേ ഉള്ളൂ. അല്ല, ഇവിടെ വന്ന് നിൽക്കുകയാണോ? എപ്പോഴാ കാലാവസ്ഥ മാറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചെവി തുളയ്ക്കുന്ന ഊള കാറ്റും ഉണ്ടാവും. ചുമ പിടിക്കാൻ പിന്നെ വേറൊന്നും വേണ്ട. തൻ്റെ ഇച്ചായനെ എപ്പോൾ ഇറങ്ങോടോ? ആർക്കറിയാം സാറേ, അമ്മയാണ് പറയാൻ പറ്റത്തില്ലേ. അതങ്ങനെ ഒരു രീതിയാ. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? നാട്ടിലെ അമ്മച്ചിയെയും കുഞ്ഞുമങ്ങളെയും വിട്ടിട്ട് ഈ കാട്ടുമലയെ ഒന്ന് കിടക്കുവോ? പിന്നെ കോരച്ചായം വേർത്തുണ്ടാക്കിയതൊക്കെ ആര് നോക്കടോ? ഒരു വാക്ക് പറഞ്ഞാ പോരായോ? ഞാൻ നോക്കത്തില്ലയോ? ഇവിടെ വന്ന് നിൽക്കുന്നതേ അതുകൊണ്ടൊന്നും അല്ല. അവിടെ നിന്ന് അമ്മച്ചി വിളിച്ച് പെണ്ണ് കെട്ടിക്കും. അതാ. കോരച്ചാൻ ഉണ്ടാക്കിയാൽ അനുഭവിക്കാൻ തലമുറ വേണ്ടായോ എന്നാ ആ വിചാരമുണ്ടോ? എടോ കോച്ചങ്കേരി കുറുപ്പേ. കോച്ചങ്കേരിയല്ല, കോടങ്കേരി കുറുപ്പേ. എന്തും എടോ കുറുപ്പേ, തനിക്ക് ആ തമ്പി ഒന്ന് ഉപദേശിച്ചുകൂടെ? സാറ് കണ്ടിട്ടില്ലല്ലോ തമ്പിച്ചായനെ, അതാ ഇങ്ങനെ പറയുന്നേ. ഏതായാലും വന്നതല്ലേ, കണ്ടിട്ട് പോവാം. എടോ കുറുപ്പേ, ഞങ്ങൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ട് വന്നതാ. എന്നാ എന്തെങ്കിലും കഴിക്കാൻ വേണോ, ഒന്ന് വിശ്രമിക്കണോ എന്നുള്ള ചിന്ത പോലും ഇല്ലല്ലോ തനിക്ക്. അല്ലേ, കൊള്ളാമല്ലോ സാറിൻ്റെ പെയ്ത്ത് പറച്ചില്. സാറന്മാർ ചെന്നൊന്ന് ചൂട് വെളുത്തി കുളിച്ചാട്ടെ, പിന്നെ വേണേലേ ഓരോന്ന് മിന്നിച്ചോണ്ടിരുന്നാട്ടെ. അപ്പോഴത്തേക്ക് നല്ല നാടൻ കോഴിക്കറിയും ചപ്പാത്തിയും റെഡി. ഈ കോടങ്കേരി കുറുപ്പിന് തല്ലാനും കൊല്ലാനും മാത്രമല്ല, നല്ല പറപ്പീര് പാചകവും അറിയാം. വന്നാട്ട്. അത് നല്ല ബുദ്ധിയാ. അങ്ങനെ എന്തെങ്കിലും വേണം, അല്ലാതെ പറ്റുകയല്ലേ. ഓ എന്നതാച്ചോ, അതങ്ങോട്ട് ഇറക്കിക്കേ. പുത്തൻ കണ്ടെത്തി നത്തക്കായ പിടിക്കുന്ന കൊക്കിനെ കണക്ക്. അന്നമ്മോ, ഇതൊക്കെ ഉണ്ടാക്കി തന്നേച്ച് ഒരുമാതിരി പുളിച്ചത് പറയല്ലേ. ഓ പുളിച്ചത്, ദാണ്ടി ഇതും കൂടെ അങ്ങോട്ട് തിന്നേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് കാലം എത്രയായിന്നാ. ഞാനിവിടെ ആർക്കാ അച്ചോ വെച്ച് വിളമ്പുന്നേ? നീ ഒന്ന് അടങ്ങന്നമ്മേ, അവനിങ്ങി വരും. അല്ലാതെ അവൻ എവിടെ പോകാനാ? അല്ലേ, പെറ്റ തള്ളയും കുഞ്ഞു പെങ്ങളെയും ഇട്ടേച്ചു പോകാൻ മനസ്സ് വരും അവന്. ഇന്നോ നാളെയോ അവനിങ്ങി വരും. അയ്യടാ, ഒരു സാരോപദേശം. വേണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ ഇടവക്കാരി പെണ്ണുങ്ങളോട് പറയുന്ന ന്യായമൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. ഒന്നുമില്ലെങ്കിലും അച്ഛൻ്റെ ഉടപ്പിറന്നോളാ ഞാൻ, അത് ഓർമ്മ വേണം. ആ ഒരു ഓർമ്മയേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ ദൈവവിളിയോടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയതാ. അതാ പറഞ്ഞത്. ഇപ്പോഴേ ആ കുരുവിത്തടത്തുകാർ കൊണ്ടൊന്ന് ആലോചന, അത് നമുക്കങ്ങ് നടത്തണം. അയ്യോ, ആ ഒരു കാര്യം മാത്രം അവനോട് ഇനിയും പറയാൻ എനിക്ക് വയ്യായേ. എന്തുവാ പറഞ്ഞേ? അച്ചോ,
ഈ പള്ളി വികാരി ആയാലേ ഒരല്പം മനോധൈര്യം കൂടെ വേണം. വേണ്ട നമ്മു, എന്നെ പഴയതുപോലെ കടലിനും ചെകുത്താനും ഇടയിൽ എടുത്തിടരുതേ. ഞാൻ പറഞ്ഞേ. അച്ഛൻ ഒന്നും പറയണ്ട. ഈ കുരുത്തടത്തുകാരുടെ ആലോചന നമുക്ക് നടത്തിയേ പറ്റത്തുള്ളൂ. നമ്മളെ നാളെ തമ്പിയുടെ അടുത്തേക്ക് പോവാ. അതിനാ ഞാൻ അച്ഛനെ വിളിപ്പിച്ചേ. എന്റെ ഈശോയെ, ആനമല എസ്റ്റേറ്റിലേക്കോ? വേണ്ട അന്നാമോ, ഇതെന്ത് പരീക്ഷണമാ കർത്താവേ. എന്തുവാ പറഞ്ഞേ? അച്ചോ, ഈ പള്ളി വികാരി ആയാലേ ഒരല്പം മനോധൈര്യം കൂടെ വേണം. വേണ്ട നമ്മു, എന്നെ പഴയതുപോലെ കടലിനും ചെകുത്താനും ഇടയിൽ എടുത്തിടരുതേ. ഞാൻ പറഞ്ഞേ. അച്ഛൻ ഒന്നും പറയണ്ട. ഈ കുരുത്തടത്തുകാരുടെ ആലോചന നമുക്ക് നടത്തിയേ പറ്റത്തുള്ളൂ. നമ്മളെ നാളെ തമ്പിയുടെ അടുത്തേക്ക് പോവാ. അതിനാ ഞാൻ അച്ഛനെ വിളിപ്പിച്ചേ. എന്റെ ഈശോയെ, ആനമല എസ്റ്റേറ്റിലേക്കോ? വേണ്ട അന്നാമോ, ഇതെന്ത് പരീക്ഷണമാ കർത്താവേ. അച്ചോ, കർത്താവ് പരീക്ഷിക്കുവോ? കർത്താവല്ലടി, നിന്റെ അമ്മച്ചി. അന്നാമോ, ദേണ്ടേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അതെ അന്നാമോ, നമുക്കിത്തിരി ആലോചിച്ചിട്ട് വേണം. അന്നാമോ, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് പോ. എന്താടി ഇരിക്കുന്നത്? അതെ, നാളെ നമ്മൾ ചെല്ലുന്ന വിവരം ഒന്ന് വിളിച്ചു പറയണ്ടേ? അല്ലെങ്കിൽ അവനെങ്ങോട്ടെങ്കിലും പൊയ്ക്കളഞ്ഞാലോ? ഒരിടത്തും ഉറച്ചിരിക്കുന്ന സ്വഭാവമില്ലല്ലോ. ആ ബൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ. അങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലേ രായ്ക്ക് രാമാനെ അവൻ ആനമലക്കാട് കേറും. അല്ല നമ്മോ, ഞാനീ പറയുന്നതേ. ഓ അച്ചോ, അമ്മച്ചി പറയുന്ന കേക്കുന്നതാ നന്ന്. അല്ലെങ്കിൽ ഇന്നാളത്തെ പോലെ പള്ളി വന്ന് പിടിച്ചിറക്കി കൊണ്ടങ്ങ് പോവും. അവൾ അങ്ങനെ കുഞ്ഞെ, ഒന്ന് വിചാരിച്ചാ പിന്നെ മാറത്തില്ല. അടിച്ച വടിയെ ചുറ്റുന്ന ചേരയെ കൂട്ടാ, അറിയാലോ. എന്ത് പടിയെന്ന് കുശുകുശുക്കുന്നേ? പോടി അപ്പുറത്ത്. അന്നാമോ, കർത്താവിനെ ഓർത്ത് നീ ഒന്ന് സമാധാനമായിട്ട് ആലോചിക്ക്. ഈ അൽമായരെ പോലെ വീടും പൂട്ടിയിട്ട് ചാടിക്കേറി പോകാൻ പറ്റുമോ എനിക്ക്? പള്ളിയാ, പട്ടക്കാരനാ, അതൊക്കെ ഒന്ന് ഓർത്തുടായോ നിനക്ക്? ഒന്നുമില്ലേലും കർത്താവിന്റെ പണിയല്ലയോ ഞാൻ ചെയ്യുന്നത്. അത് മുടക്കാൻ പറ്റുമോ? അല്ലേ, അതിന് പ്രമാണം തെറ്റിക്കാനോ പട്ടം മുടക്കാനോ ഇവിടെ ആരാണ്ട് പറഞ്ഞോ അച്ചോ? സ്വന്തം ഉടപ്പറന്നോടെ മോനെ കാണാൻ പോകുന്നത് പള്ളി പ്രമാണത്തിന് തെറ്റാവോ അച്ചോ? കൊള്ളാവല്ല മുതല്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നാളെ തന്നെ പോണം. കാലത്ത് ഞാൻ തോട്ടത്തിൽ പോയി 1-2 കൊലയൊക്കെ വെട്ടി 2-3 കാച്ചിലും ഒക്കെ പറിച്ചോണ്ട് ഉച്ചയാകുമ്പോഴത്തേനും ഞാനിങ്ങ് വരാം. ആ, എന്നാ പിന്നെ നേരം കളയാതെ അച്ഛൻ ചെല്ല്. നാളെ യാത്ര ചെയ്യാനുള്ളതില്ലയോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും. ആ, മാർക്കോസേ, അച്ഛനെ പള്ളി കൊണ്ട് വിട്ടേച്ചുമ്പോ എന്നാ. ഏയ്, തൻ്റെ അച്ചായനാൾ കുഴപ്പമില്ലല്ലോടോ. പക്ഷേ ഇയാളൊന്നും വായിക്കാറില്ലെന്ന് തോന്നുന്നു. നിറച്ചും പൊടിയാ.
തമ്പിച്ചായന് വായനയുടെ കാര്യത്തിലുണ്ട് ചില വിശേഷങ്ങൾ. ചില സമയത്ത് മൂപ്പരൊന്നും വായിക്കത്തില്ല, ചുമ്മാ അടക്കും. ചിലപ്പോൾ മാസങ്ങളോളം കുത്തിയിരുന്ന് വായിക്കുകയോ എഴുതുകയൊക്കെ ചെയ്യുന്ന കാണാം. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും വരുന്നത് മൂപ്പർക്കത്ര പിടുത്തമല്ല. അല്ല, അത് മനസ്സിലാക്കിയാ ഇവിടെ മേളിക്കാൻ വരുന്നവർ പിന്നെ കുറേ കാലത്തേക്ക് മാറി നിൽക്കുകയും ചെയ്യും. മേളിക്കാൻ വരുന്നവരോ? ആന്ന്, ശരിക്കും പറഞ്ഞാൽ അർമാദിക്കാൻ കുറേ എണ്ണമുണ്ട്. സന്ധ്യയാകുമ്പോൾ വരും. പിന്നെ പാട്ടും കൂത്തും ബഹളവും. അന്ന് നേരം പുലരും. പടച്ചോൻ വിചാരിച്ച് ഇന്നിവിടെ അങ്ങനെ ഒരുത്തിനെയും കെട്ടിയെടുത്തിട്ടില്ല. താൻ പറയുന്നതൊക്കെ ചേർത്ത് വെച്ചാൽ ഒരു എക്സെൻട്രിക് ഫ്യൂഡ് അല്ലേടോ? ശരിക്കും നമുക്ക് ഇയാൾ പ്രയോജനപ്പെടുമോ? എനിക്ക് വിശ്വാസമുണ്ട് തമ്പിച്ചാൻ അത് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ തമ്പിച്ചാനെ അത് ചെയ്യാൻ കഴിയൂ. കാട് കയറാനുള്ള പരിചയം അയാൾക്ക് കണ്ടേക്കാം. പക്ഷേ അതുമാത്രം മതിയോ? തമ്പിച്ചായനെ ശരിക്കും അറിയാത്തോണ്ടാ സാറിന് ഇത്ര സംശയം. താൻ പറയുന്നത് വിശ്വസിച്ചാൽ തന്നെ ഇയാൾ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടോ? സാറന്മാരെ, ഇന്നിനി തമ്പിച്ചായനെ നോക്കണ്ട. സാറന്മാർ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നെ അപ്പുറത്തെ 2 മുറിയിൽ ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. ശരി, കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചോ. പിന്നെ കിഴക്കമ്മലയെന്ന് ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള ദിവസം സാധാരണ തമ്പിച്ചായം പിള്ളേരുമായിട്ട് ഉറക്ക വിളയ്ക്കുന്നതാ. ഇന്നിനി എന്താണോ എന്തോ. കം ടു ദി പോയിന്റ്. സംഭവം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷത്തോളാവുന്നു. എല്ലാം പകല് പോലെ തുറന്നത്. പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാം വ്യക്തം. എന്നിട്ടും ഇനിയിപ്പോൾ തുടങ്ങും അവിടുന്ന് ഇവിടുന്നുള്ള വിളി. റീഇൻവെസ്റ്റിഗേഷൻ കൂടി ആവുമ്പോൾ പിന്നെ പറയും വേണ്ട. വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല സാർ ഇത്. അതാർക്കറിയണോടോ? വിളിച്ചു തൊള്ള കീറാൻ തുടങ്ങിയ അവരുടെയൊക്കെ വിചാരം ആനമലക്കാട് എൻ്റെ പോക്കറ്റിലാണെന്നാ. എനിക്കുള്ള പരിചയം വെച്ച് പറഞ്ഞാൽ ആനമലക്കാട് കയറി ഒരുത്തിനെ പൊക്കാൻ അത്ര എളുപ്പമല്ല. ആനക്കൊല്ലി റിസർവ് ഫോറസ്റ്റിലേക്ക് ഏകദേശം 14 കിലോമീറ്റർ. അവിടുന്ന് കിഴക്കോട്ട് കീഴ്ക്കാൻ തൂക്കായ മലകളാണ്. ഇടയ്ക്കിടയ്ക്ക് അഗാധമായ കയങ്ങളുമുണ്ട്. ശരിയാണ് സാർ. പിന്നീട് കിഴക്കോട്ടുള്ള യാത്ര ഒട്ടും സേഫല്ല. കയങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായാണ് മുന്നിൽ വന്ന് പെടുക. അതുകൊണ്ടാ ആനക്കൊല്ലിന്ന് ഈ സ്ഥലത്തിന് പേര് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ട്രൂപ്പിൻ്റെ എക്സ്പെഡിഷൻ അത് തീർത്തും ഇമ്പോസിബിളാണ്. കാരണം ആനമലക്കാട്ടിലെ വനം കൊള്ളക്കാരും കഞ്ചാവ് റാക്കറ്റും ഒന്നും പോലീസിൻ്റെ അഡ്വൻറ്റിൽ കൈയും കെട്ടി നോക്കി നിൽക്കത്തില്ല. എ മിസ്റ്റീരിയസ് ഫേറ്റ്. സോ നമുക്ക് മുന്നിലുള്ള വഴി ഒന്ന് മാത്രമാണ്. താൻ പറഞ്ഞ പോലെ തമ്പി മാത്രം. ആനക്കൂട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. അത് ആനക്കൂട്ടമല്ല സാർ, ഊളം പറ്റാം. സാക്ഷാൽ ഊളം പറ്റാം. പെരുന്നാൾ